KT Dev എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങളായിരിക്കും നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് കൺട്രോൾഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് മുൻ വർഷങ്ങളിലെ ഈ കോളേജുകളിലേക്കുള്ള കമ്പ്യൂട്ടർ സയൻസിലേക്കുള്ള ക്ലോസിംഗ് റാങ്കുകൾ ആണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ് എന്നതുകൊണ്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനമായി നമ്മൾ ഈ കോഴ്സും ഈ ക്ലോസിംഗ് റാങ്കുകളും ചൂസ് ചെയ്തത്. ഇനി നമുക്ക് നേരിട്ട് ലിസ്റ്റിലേക്ക് പോകാം. ഒന്നാമതായി ലിസ്റ്റിൽ വരുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ്. എറണാകുളം ജില്ലയിലുള്ള മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. ഇവിടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 1035 രണ്ടാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാപ്പനംകോട് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ഇവിടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 2997. മൂന്നാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരാണ്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 6799. നാലാമതായി നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് കണ്ണൂരുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയാണ്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 8379. അഞ്ചാമതായി നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ പൂജപ്പുരയിലുള്ളത്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 8902. ആറാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂരാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 9023. ഏഴാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമണ്ണാണ്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 9361. അടുത്തതായി എട്ടാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടത്താണ്. ഇതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 9575. ഒമ്പതാമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയാണ്. കോഴിക്കോട് ജില്ലയിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 10233. അടുത്തതായി പത്താമതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. കാസർഗോഡ് ജില്ലയിലുള്ള LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 10289. അടുത്തതായി നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങലാണ്. ഇതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 10770. അടുത്തതായി നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂരാണ്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 10917. അടുത്തതായി നമ്മുടെ ലിസ്റ്റ് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂർ പാറയാണ്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 13593. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരാണ്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 13884. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയാണ്. ആലപ്പുഴ ജില്ലയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 14212. അടുത്തതായി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് പുന്നപ്പാറ. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 14692. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് മുട്ടത്തറ. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 14789. അടുത്തതായി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 16110. അടുത്തതായി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാർ. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 16198. അടുത്തതായി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര, കൊല്ലം ജില്ലയിലുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 19887. അടുത്തതായി പത്തനംതിട്ട ജില്ലയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുളയാണ്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 20109. അടുത്തതായി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരമാണ്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 21115. അവസാനമായി നമ്മുടെ ലിസ്റ്റിലുള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറാണ്. ഇവിടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 21227. ഇപ്പോൾ പറഞ്ഞ ക്ലോസിംഗ് റാങ്കുകളെല്ലാം കമ്പ്യൂട്ടർ സയൻസിൻ്റെയാണ്. അതും സ്റ്റേറ്റ് മെറിറ്റിലുള്ളത്. റിസർവേഷൻ മറ്റ് കാറ്റഗറി എല്ലാം വരുമ്പോൾ ഈ റാങ്കുകൾ ഇതിലും കൂടാനാണ് സാധ്യത. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ എല്ലാ കോളേജുകളും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് കോളേജുകളല്ലാത്ത ഗവൺമെൻറ് കൺട്രോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫീസ് ഷെയറിംഗ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. ഇതിൽ നമ്മൾ തിരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലോസിംഗ് റാങ്കുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കോളേജുകളെ റാങ്ക് ചെയ്തത്. കാരണം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതുമായ ഒരു ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് എന്നതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിനെ അടിസ്ഥാനമാക്കി കേരളത്തിലെ ഏറ്റവും നല്ല ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.